പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാവരും യേശുവിനെ പറ്റിയാണ്, യേശുവിൻ്റെ സ്നേഹത്തെ പറ്റിയാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. യേശു ക്രിസ്തു ആരാണ്? യേശു ലോകത്തിൻ്റെ രക്ഷകനാണ്. പിതാവായ ദൈവം മനുഷ്യ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മനുഷ്യരാശി എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവം മനുഷ്യ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തുവിനെ, തൻ്റെ ഏകജാതനായ പുത്രനെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചു. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ എല്ലാവരെയും പഠിപ്പിച്ചു, ബോധിപ്പിച്ചു. നമ്മളെ എല്ലാവരെയും നിത്യജീവനിലേക്ക് അവൻ വഴി നടത്തി. അങ്ങനെ അവൻ തെരുവുകൾ തോറും, ഗ്രാമങ്ങൾ തോറും, വീഥികൾ തോറും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവൻ 3 വർഷക്കാലം ചുറ്റി സഞ്ചരിച്ചു. അവൻ പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ഈശോ എല്ലാ മക്കളെയും പാപകരമായ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അവൻ മോചിപ്പിച്ചു. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുമ്പോഴും അവൻ പറഞ്ഞിരുന്നത്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, മേലിൽ പാപം ചെയ്യരുത് എന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ യേശു പാപബോധമാണ് മനുഷ്യ മക്കൾക്ക് നൽകിയത്. കാരണം എന്താ വെച്ചാൽ, പാപത്തെ ദൈവം വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു. എല്ലാ മക്കളെയും ദൈവരാജ്യത്തിലേക്ക് വിളിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകരില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവന്റെ പാദങ്ങൾ എത്ര സുന്ദരം! റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നു, എൻ്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടയാക്കുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവുമുണ്ട്. യേശു ക്രിസ്തു അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി. പ്രിയപ്പെട്ടവരെ, അവൻ അരൂപിയായി അദൃശ്യനായി ഇന്നും നമ്മോടൊത്ത് വസിക്കുന്നു. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തിട്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്. കർത്താവിന്റെ വചനം കേൾക്കുവാനായിട്ട് വിദൂര ദ്വീപുകളിൽ നിന്ന് വന്ന് അത് കേൾക്കുവാനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു യേശു ലോകത്തിലേക്ക് വന്നത് പാപികളെ വിളിക്കുവാനാണ്. ആ പാപികളെ വിളിക്കുവാൻ വേണ്ടി വന്ന യേശു ക്രിസ്തു